അതിന്റെ ഭാഗമായി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളെയും ഈ ചടങ്ങിലേക്ക് ആദരവ് സ്വാഗതം ചെയ്യും. ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന നമ്മുടെ വിശിഷ്ടാതിഥിയായ ഡെങ്കേട്ടനാണ്. ഡെങ്കേട്ടനെ ഞാൻ ഡെങ്കേട്ടനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഈ ചടങ്ങിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായി ഇന്ന് ഈ യോഗ നീക്കത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജോയിന്റ് കമ്മീഷണർ സുരേഷ് സാറാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യും. യോഗത്തിൽ പങ്കെടുക്കാവുന്ന നമ്മുടെ ജോയിന്റ് കമ്മീഷണർ ഓഫ് പോലീസ് അബ്ദുൾ സാറിനെയും എൻഫോഴ്സ്മെന്റ് ജോയിന്റ് കമ്മീഷണർ പ്രമോദ് സാറിനെയും അതുപോലെ തന്നെ ഓഡിറ്റ് ജോയിന്റ് കമ്മീഷണർ സാറിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ നമ്മൾ വേദിയിലും സംഗീതമായിരിക്കുന്ന ഡെപ്യൂട്ടി കമ്മീഷണർമാരെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി ഇതിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഈ ചടങ്ങിന്റെ പാർട്ടി കാര്യനിർവഹണ അധ്യക്ഷനെ ക്ഷണിക്കുന്നു. ഇന്നേ ദിവസം തന്റെ 12 വർഷവും 6 മാസവും 24 ദിവസവും പിന്നിട്ടുകൊണ്ട് ഔദ്യോഗിക കർമ്മപഥത്തിൽ നിന്നും വിരമിക്കുന്ന ശ്രീ രഘുസാർ എന്ന അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ യാതൊരു മുഖമുറയുടെയും ആവശ്യമില്ലാതെ തന്നെ ഏവർക്കും സുപരിചിതനാണ്. എങ്കിലും തലമുറ മാറ്റങ്ങളാൽ പുതുമ നിറഞ്ഞ ഈ സദസ്സിന് മുന്നിൽ തികച്ചും ഔദ്യോഗികതയ്ക്കപ്പുറം രഘുസാറിനെ അവതരിപ്പിക്കുക എന്നതാണ് ഈ പരിചയപ്പെടുത്തൽ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. 1969 മാർച്ച് മാസം 10-ന് ശ്രീ പട്ടത്ത് കൃഷ്ണന്റെയും ശ്രീമതി കൊച്ചമ്മയുടെയും 4ാമത്തെ മകനായി ജനിച്ച രഘുസാർ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ചേർപ്പ് CNN ഹൈസ്കൂളിലും ബിരുദ വിദ്യാഭ്യാസം തൃശൂർ ഗവൺമെന്റ് കോളേജുമായി പൂർത്തിയാക്കി. 1991 ആഗസ്റ്റ് മാസം മുതൽ ഭാരതീയ സേനയിൽ ക്ലർക്കായി നിയമനം ലഭിച്ചു. 2008 ഏപ്രിൽ മാസത്തിൽ സൈനിക സേവനം അവസാനിപ്പിച്ച് സംസ്ഥാന സർവീസിൽ വിവിധ വകുപ്പുകളിൽ താൽക്കാലിക സേവനത്തിന് ശേഷം 2010 സെപ്റ്റംബർ മാസം മുതൽ ജയിൽ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായി സ്ഥിര നിയമനം ലഭിച്ചു. 2012 ഒക്ടോബർ മാസം മുതൽ GST വകുപ്പിൽ AD ടൈപ്പിസ്റ്റായി തുടർ നിയമനം. 2023 ജനുവരി മുതൽ തസ്തിക മാറ്റം വഴി അസിസ്റ്റന്റ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസറായി കുന്നംകുളം എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിൽ പ്രവർത്തിച്ചു വരുന്നു. ശ്രീ രഘുസാറിന്റെ ജീവിത പങ്കാളി ശ്രീമതി ശോഭ, മകൻ അമർനാഥ് ഇന്ത്യൻ ആർമിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്തു വരുന്നു. മകൾ ജ്യോതിക അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. ഔദ്യോഗിക ജീവിതത്തിലെ ഈ വിരമിക്കലിനു ശേഷം ബാക്കി വെച്ചിരിക്കുന്ന സ്വപ്നങ്ങൾക്ക് നിറപകരാനും പറന്നുയരാനും ശിഷ്ടകാലം കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ചടങ്ങിന്റെ വിശേഷാതിഥി ശ്രീ സുഹൃത്തുക്കളായ കമ്മീഷണർ ശ്രീ ലക്ഷ്മി, ശ്രീ മനോഹർ, ശ്രീ ലത്തീഫ്, സീനിയറായിട്ടുള്ള JC സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. സാധാരണഗതിയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു റിട്ടയർമെന്റാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ നമ്മുടെ രഘു 2ാമത്തെ റിട്ടയർമെന്റ് പരിപാടിയിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം സെൻട്രൽ സർവീസിൽ 38ാമത്തെ വയസ്സിൽ അദ്ദേഹം റിട്ടയർ ചെയ്തു. അതിനുശേഷം തന്റെ കഠിനാധ്വാനം കൊണ്ട് അദ്ദേഹം PSC വഴി ജയിൽ വകുപ്പിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായിട്ട് കയറി. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിന്റെ കഠിന പരിശ്രമത്തിലൂടെ തന്നെ വീണ്ടും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയും ചെയ്തതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ 2ാമത്തെ റിട്ടയർമെന്റ് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കാർക്കും ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്കാർക്കും സാധിക്കാത്ത ഒരു പരിപാടിയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ രഘുവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു സെൽഫ് ഡിസിപ്ലിൻ എനിക്കൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. അത് നമുക്കൊരു മാതൃകയാക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അങ്ങനെയുള്ള ഒരാളാണ് രഘു. വളരെ കഠിനാധ്വാനിയാണ്. അദ്ദേഹത്തിന് ഈ കഠിനാധ്വാനത്തിന്റെ കാര്യത്തിലായാലും സെൽഫ് ഡിസിപ്ലിന്റെ കാര്യത്തിലായാലും നമുക്ക് അദ്ദേഹത്തെ മാതൃകയാക്കാം.
അദ്ദേഹത്തിന്റെ മക്കളെ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടായി. ഒരാളെ മിലിറ്ററിയിൽ തന്നെ അദ്ദേഹം ചേർത്തിട്ടുണ്ട്. രണ്ടാമത്തെ ആള് സെന്റ് ജോസഫ് കോളേജിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതത്തെ കുറിച്ചും വളരെ നല്ല രീതിയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്തായാലും നല്ലൊരു വിശ്രമ ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you, sir. Thank you, sir. അടുത്ത അടുത്ത SGST തൃശൂർ ഡിപ്പാർട്ട്മെന്റ് Thank you, sir. യോഗാധ്യക്ഷൻ ശ്രീ സുരേഷ്, ഇന്നത്തെ ചടങ്ങിന്റെ വിശിഷ്ടാതിഥി ശ്രീ രഘു, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ, പ്രിയ സഹപ്രവർത്തകരെ, അധ്യക്ഷനെ സൂചിപ്പിച്ചതുപോലെ രഘു എത്ര പ്രാവശ്യം റിട്ടയർമെന്റ് ആശംസകൾ ഏറ്റുവാങ്ങി എന്നുള്ളത് രഘുവിന് തന്നെ അറിയില്ല എന്നാണ് തോന്നുന്നത്. ഇനിയും എത്ര വാങ്ങാൻ കിടക്കുന്നു, സർവീസ് കാലഘട്ടം നിർത്തിയോ എന്നുള്ളത് തന്നെ രഘു തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്ത് തന്നെയായാലും സൈന്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച കഠിനാധ്വാനവും ഡിസിപ്ലിനും എല്ലാം സർവീസ് കാലഘട്ടത്തിൽ തന്റെ സർവീസിന് വേണ്ടി പ്രവർത്തിച്ച് കാണിക്കുവാൻ നമ്മൾക്കെല്ലാം മാതൃകയാകാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന്റെ ആ പരിചയം നമുക്ക് മുതൽക്കൂട്ടുമായിട്ടുണ്ട്. വളരെ രസകരമെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിലും ഒരു അവിചാരിത സംഭവം തരണം ചെയ്യുവാൻ അദ്ദേഹത്തിന്റെ ആ മനസാന്നിധ്യമാണ് അന്ന് DC ആയിരുന്നപ്പോൾ എല്ലാവരെയും എന്ന് പറയുന്നില്ല, പ്രത്യേകിച്ച് എന്നെ സഹായിച്ചിട്ടുള്ളത്. ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല, ആദ്യമായി തൃശ്ശൂർ DC ആയി ചാർജ് എടുത്ത് ആദ്യത്തെ റിപ്പബ്ലിക് ദിനാഘോഷം വളരെ പ്രൗഢഗംഭീരമായി ധാരാളം സഹപ്രവർത്തകരെല്ലാം പങ്കെടുത്തു. ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാൻ തയ്യാറെടുത്ത് വന്നപ്പോൾ എന്താ നമ്മളെല്ലാം വിചാരിച്ചു എല്ലാ കൊല്ലവും ഉയർത്തുന്നതല്ലേ, ദൈവമായി ഉയർത്താറുണ്ട്. പെട്ടെന്നാണ് ആ ചരട് പൊട്ടി താഴെ വീഴുന്നത്. അന്ന് നമ്മുടെ ഫ്ലാഗ് ഹോസ്റ്റ് ഇങ്ങനെ ആയിരുന്നില്ല, കാരണം ഒറ്റ പോളാണ്. പിന്നെ അത് കെട്ടണമെന്നുണ്ടെങ്കിൽ വേറെ കയറാനും പറ്റില്ല. അന്നത്തെ JSC ഓഫീസിലെ മിടുക്കന്മാരൊന്നും കയറ് പൊട്ടിയപ്പോൾ പിന്നെ അവിടെ കാണാനുണ്ടായില്ല. ഇന്നത്തെ JSF അന്ന് എവിടെ പോയി എന്നുള്ളതാണ്. കയറ് പൊട്ടുന്നതുമായ ഉയർത്തുന്നവരെ ദിനേഷും മാനേജറും ഗോകുലും ഒക്കെ തൊട്ട് പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. കയറ് പൊട്ടിക്കഴിഞ്ഞപ്പോ കൂടുതൽ ലഡു കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും പിന്നെ ഇവരൊന്നും അവിടെ കാണാനില്ല. അന്ന് ഓടി വന്നത് സെക്യൂരിറ്റിയും രഘുവെല്ലാം ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആ മനസാന്നിധ്യവും എല്ലാമാണ് വേറെ അധികം കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആ ചടങ്ങ് ഭംഗിയാക്കുവാൻ കഴിഞ്ഞത്. ആ ഉത്തരവാദിത്വ ബോധം ഇനിയുള്ള കാലങ്ങളിലും ഇനിയും സർവീസ് ഉണ്ടാകും എന്ന് തന്നെ
പ്രതീക്ഷിക്കാം. എന്നും അതൊരു മുതൽക്കൂട്ടായിരിക്കട്ടെ എന്നും ഇനിയുള്ള അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം സന്തോഷകരമായിരിക്കട്ടെ, കുടുംബത്തോടൊപ്പം ആഹ്ലാദകരമായി പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി. സുരേഷ് സാർ, അഭിലാഷ് സാർ, പ്രമോദ് സാർ, ലത്തീഫ് സാർ, ഇന്നത്തെ ചടങ്ങിലെ വിശിഷ്ടാതിഥി രഘു, അദ്ദേഹത്തിന്റെ പൂർണ്ണാംഗങ്ങൾ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ. രഘുവിനെ പറ്റി പറയാമെങ്കിൽ എനിക്കൊരു വാക്കുകളില്ല. കാരണം എന്താ വെച്ചാൽ സാധാരണ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ അവരെ കഥകളും ഓരോ യുദ്ധങ്ങൾ നമ്മുടെ കാര്യങ്ങൾ കാർഗിൽ യുദ്ധം മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഥകൾ കേൾക്കാൻ പറ്റും. രഘുവിനെ സംബന്ധിച്ചോളം ഒന്നും കിട്ടില്ല. പിന്നെ അവരൊരു കഥ കേട്ടില്ല. ഇപ്പൊ ശിക്ഷ പറയുമ്പോഴാണ് കാർഗിൽ യുദ്ധത്തിലേക്ക് പങ്കെടുക്കേണ്ടതെന്ന് മനസ്സിലാക്കും. അത് ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരില്ലേ? അതൊന്നും ചോദിക്കാൻ നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരു അദ്ദേഹമാണ്. ഒന്നും കിട്ടില്ല. അത് കൂടെ വർക്ക് ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാം. ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രകൃതം. സാധാരണ പട്ടാളക്കാരിൽ അങ്ങനെ കണ്ടില്ല. പിന്നെ കണ്ടിട്ടില്ല എന്റെ അച്ഛനെ. എന്റെ അച്ഛൻ ഒരു പട്ടാളക്കാരനായിരുന്നു. ഇതേപോലെ കഥയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. അദ്ദേഹം തോറ്റിട്ടുള്ള എന്റെ മുന്നിൽ മാത്രം അതിനെന്താ നമ്മൾ നോക്കിക്കാൻ ശരിയിരിക്കും. അപ്പോ രഘു ഇന്റലിജൻസിൽ ഇതേപോലെ പഠിക്കുമ്പോ പെരിയാളെ ഓഫീസിലേക്ക് ഒരു ഹിന്ദിക്കാരൊരു ഇൻഫോർമേഷൻ കൊടുക്കണം. അപ്പൊ അന്ന് അവിടെ ഫോൺ അറ്റൻഡ് ചെയ്ത ആൾക്ക് ഹിന്ദി അറിയാത്ത കാരണം ഇവിടെ ഒരു ജവാനുള്ള ഒരു രഘുവാണ്. അന്ന് തൃശ്ശൂർ ഇന്ന ഓഫീസിലെ ഇന്ന ആളോട് പറഞ്ഞോളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്നത് നേരെ ഫോൺ നമ്പറും കൊടുത്തു. അപ്പൊ എന്താ വെച്ചാൽ ഒരു സ്വർണം തൃശ്ശൂര് ഒരാൾ കൊണ്ടിട്ടുണ്ട്. അത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. അപ്പൊ രഘു അത് കേട്ടിട്ട് നമ്മളോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ട് സാധനം എന്നെ പിടിക്കാറുണ്ട്. ഞാൻ അത് ഞാൻ കഴിച്ചു. എവിടെ എന്താണെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ തൃശ്ശൂർ ടൗണിൽ ഇന്ന ദിക്കില വരുന്നു. ശരി. അപ്പൊ ഞാൻ കൂടെ നമ്മുടെ ഫ്രാൻസിനെ വിളിച്ച് ഞങ്ങൾ ബൈക്കിൽ പോയി. വിറ്റിൻ സെക്കൻഡ് സാധനം പിടിച്ചിങ്ങോട്ട് കൊടുക്കും. അപ്പൊ രഘു അന്ന് ചോദിച്ചത് എങ്ങനെ സാറേ തൃശ്ശൂർ ടൗണിൽ എങ്ങനെ നിങ്ങൾ ഇങ്ങനെ എത്ര പെട്ടെന്ന് അത് എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഞാൻ പറഞ്ഞു അത് നമ്മളിങ്ങനെ എക്സ്പീരിയൻസ്. ഇപ്പൊ അത് രഘുവിന് എൻഫോഴ്സ്മെന്റിൽ ഓടിപ്പോ എങ്ങനെയാണ് ഇത് പിടിക്കാത്തതൊക്കെ ഇപ്പൊ മനസ്സിലായിട്ട് ആള് എൻഫോഴ്സ്മെന്റിൽ ഇപ്പൊ നല്ല പക്കറ്റും കാഴ്ചവെക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി തോന്നുന്നു. എന്തായാലും ജയ് ജവാൻ ജയ് കിസാൻ. ഈ നിലയ്ക്ക് രഘുവിന് 2 ജയ നമ്മൾ വിളിക്കേണ്ടി വരും. അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു. നിലവിൽ ഒരു കർഷകനും കൂടിയാണ്. നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ്. റിട്ടയർ ആയാലും അദ്ദേഹത്തിന് നേരം പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതേപോലെ മകന്റെ ജോലിയായി. അത് അദ്ദേഹത്തിന് ജോലിക്ക് അപ്ലിക്കേഷൻ എന്റെ അടുത്താണ് വന്ന് അറ്റസ്റ്റ് ചെയ്യാനും കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കൂട്ടുകാരന് അറ്റസ്റ്റ് ചെയ്തു. ഞാൻ ഒരു സാധനം സർട്ടിഫിക്കറ്റ് ചെയ്ത് കൊടുത്ത് ജോലി കിട്ടുന്നത് എനിക്ക് സന്തോഷം. എന്തായാലും ഭാവി ജീവിതത്തിൽ രഘുവിന് ആരോഗ്യ സൗഖ്യത്തോടു കൂടി ഒരു വിശ്രമമില്ലാത്തൊരു ജീവിതം ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സ്ത്രീകളും പ്രിയപ്പെട്ട സൗഹൃദം വിദേശത്തിന് ശേഷം ആദ്യമായിട്ടാണ് തൃശ്ശൂരിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. അതിനു മുമ്പ് സ്ഥിരം ഞാൻ രാജേഷ് സാറ് പറഞ്ഞു ഇവിടെ എല്ലാ സെന്ററും ഒന്നിലും ഞാൻ അധ്യക്ഷൻ അല്ലെങ്കിൽ രാജേഷ് സാർ അധ്യക്ഷൻ, ഞാനും പറയാം അല്ലെങ്കിൽ രാജേഷ് സാർ. എന്നാലും ഇപ്പോൾ റിസൾട്ട് വന്നു. ദേശീയപാലനം കൂടി വളരെ വേദിയിലും സദസ്സിലൊക്കെ ചാക്കാറുണ്ട്. വളരെ സന്തോഷം. ഇതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പറഞ്ഞ പോലെ വളരെ സൈലന്റാണ്. ഇപ്പൊ നമ്മളോടൊന്നും പറയും കാര്യമായിട്ടൊന്നും പറയുന്നില്ല. അതുകൊണ്ട് കുറിച്ചുള്ള കൂടുതൽ അറിവുകളൊന്നുമില്ല. എങ്കിൽ കൂടി വളരെ സൈലന്റായ ഒരു മനുഷ്യനാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങളെത്ര വയസ്സിലായിരിക്കും 22ാമത്തെ വയസ്സിൽ അദ്ദേഹം സൈന്യത്തിൽ ചേർന്നതാണ്. ഇപ്പോൾ
34 വർഷത്തെ സർവീസിന് ശേഷം അദ്ദേഹം ഒരു വിശ്രമ ജീവിതത്തിലേക്ക് കിടക്കുകയാണ്. അദ്ദേഹത്തിന് ഭാവിയിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തിന് കുടുംബത്തിൽ ഉണ്ടാകട്ടെ കൂടി ആശംസിക്കുന്നു. വേദിയിലുള്ള നമ്മുടെ വിശിഷ്ടാതിഥി സുഹൃത്തുക്കളായ സഹപ്രവർത്തകർ, ഇന്ന് എന്റെ സുഹൃത്ത് ട്രഷറി ഓഫീസറായി ഇരിക്കുന്ന ഒരാളുടെ ഓഫീസിൽ ഒരു റിട്ടയർമെന്റ് ഉണ്ട്. അപ്പോ അവര് പറയും ഇന്ന് ഞങ്ങൾക്ക് ചടങ്ങില്ല, കാരണം കുറച്ച് ദിവസമായിട്ട് ഉറങ്ങാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രഷറിയിലാണെങ്കിൽ മാർച്ച് 31. ഒരു കാലത്ത് നമ്മളും ഇങ്ങനെയായിരുന്നു, നമുക്കതൊന്നും അറിയത്തില്ല സത്യത്തിൽ. നമ്മൾ റിട്ടയർമെന്റൊക്കെ ആഘോഷിച്ച് ആ ഒരു വ്യത്യാസം ഞാൻ ഓർക്കുകയാണ്. ഇന്നലെ കുറെ നേരം സംസാരിച്ചു പുള്ളിയോട്. സ്വന്തം ഓഫീസിലാണ് റിട്ടയർമെന്റ് നടത്താൻ ഇപ്പൊ അവർക്ക് സമയമില്ല. എന്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ നാളെ മറ്റന്നാളും ഒരു ഉറങ്ങാതെ ജോലി ചെയ്യണം, ഓഫീസിൽ നിന്ന് പോവാതെ ജോലി ചെയ്യണം പറ്റും. എന്നാലേ നമുക്ക് 1-ാം തീയതി പ്രശ്നയുടെ നിയമപ്രകാരം അവർക്ക് വർക്കിംഗ് ഡേ അല്ല. ശരി, 1-ാം തീയതി അവർ ഓഫ് എടുക്കുന്ന ദിവസമാണ്. ഒരു കാലത്ത് നമ്മളും ഇങ്ങനെയായിരുന്നു. ഇന്ന് പണ്ടൊക്കെ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മലപ്പുറത്തൊക്കെ ഇരിക്കുമ്പോൾ റിട്ടയർമെന്റ് തന്നെ വേണ്ട വെച്ചു ഒരു സമയത്ത്, ഈ മാർച്ച്. അന്ന് പലർത്തും അങ്ങനെ ആയിരുന്നില്ല. അതൊന്നും നമ്മൾ മാറി, നമ്മളൊക്കെ ഒരുപാട് റിലാക്സ്ഡ് ആയി. മാർച്ച് ഇന്ന് നമുക്കൊരു പ്രതിസന്ധി അല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഞാന് രഘുവിനെ ആദ്യം കാണുന്നത് ഈ കൺവെർഷനായി ഇൻസ്പെക്ടർ ആകുമ്പോൾ ഒരു ടൈലിംഗ് ഉണ്ടല്ലോ, അതിന്റെ ഒരു തുടക്കം CTS-ലായി, കൈമനത്തല്ലേ, കൈമനത്ത് CTS-ലായി. അവിടെ ഞാൻ അവനൊരു ക്ലാസ് എടുക്കാൻ പോയപ്പോ ഇവിടുത്തെ കുറെ ആരൊക്കെ ഉണ്ടാവും, ഇവിടെ കുട്ടികൾ കുറെ പേരുണ്ടാവും. അപ്പോ സത്യത്തിൽ അന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഒരു പട്ടണക്കാരനാണെന്നില്ല സത്യം. അദ്ദേഹം കൺവെർഷനായി വരുന്നവർ കുറച്ചൊക്കെ സർവീസ് ഉള്ളവരായിരിക്കുമല്ലോ ഇപ്പോൾ. പക്ഷെ അദ്ദേഹം ഒരു സാധാ പഠിതാവിനെ പോലെ ഇതുപോലെ എപ്പോഴുള്ള പോലെ സൈലന്റ് ആയിരുന്നു പഠിക്കുന്ന ഒരാളായിരുന്നു. ഈ ഒരാളുടെ ജീവിതത്തിൽ അച്ഛൻ പട്ടാളത്തിൽ, മകൻ പട്ടാളത്തിൽ, അവരുടെ മകൻ പട്ടാളത്തിൽ, അതും പാകിസ്ഥാനെതിരെയുള്ള യുദ്ധത്തിൽ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഒരാൾ, ഒരു ഇന്ത്യക്കാരന് ഇതിനേക്കാൾ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം വേറെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊക്കെ എന്ത് ജോലി നിൽക്കും കാര്യമില്ല. അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കാൻ ഒരു അപൂർവമായ ഭാഗ്യം ലഭിച്ച, സൗഭാഗ്യം ലഭിച്ച നമ്മുടെ രഘുചേട്ടൻ ഇന്ന് സർവീസ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സാധാരണഗതിയിൽ ഇങ്ങനെ കുറച്ചൊക്കെ സർവീസ് കഴിഞ്ഞ് വേറെ സർവീസ് എന്നൊക്കെ വൈകി വരുന്നവരുടെയൊക്കെ പിന്നെ ഭൂരിപക്ഷം ആളുകളും ചിലപ്പോൾ ഒന്ന് സ്ട്രഗിൾ ചെയ്യും ഇതിനൊപ്പം എത്താൻ. ജോലിക്ക് പെട്ടെന്നൊരു സർവീസിൽ ഒരു കേരളത്തിലേക്ക് കയറി വരുന്നു. ജയദേവൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ ചടങ്ങിനൊക്കെ സംസാരിക്കാനൊക്കെ വന്നപ്പോ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രായം സീനിയറായി സർവീസിൽ വന്ന അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊരു കമന്റാ വന്നു, സാർ അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും സ്കോഡില് ഇന്ന് താങ്ങും തമലുമായി നിൽക്കുന്നവരാണ് ലഭിച്ചെടുത്താണ്. മാസം എഴുതാൻ, ഒരു ക്രൈസിസ് വരുമ്പോ, അതുപോലെ എല്ലാ കാര്യങ്ങളും ആക്റ്റീവ് റൂള് വരെ എല്ലാം അപ്ഡേറ്റഡ് ആയി. ഇങ്ങനത്തെ ഒരാൾ ശരിക്കും വളരെ അസറ്റാണെന്ന് പറഞ്ഞത് ഇതുപോലെ അഭിമാനം തോന്നും നമുക്ക്. ഈ സർവീസിന്റെ അവസാന 2 വർഷമാണ് അദ്ദേഹം AST ആയിട്ട് വന്നത്. എന്നിട്ട് പോലും അദ്ദേഹം ചെയ്യുന്ന ജോലിയുടെ കാര്യങ്ങൾ വളരെ അപ്ഡേറ്റഡ് ആയി. പ്രത്യേക സ്കോഡിൽ നിൽക്കുമ്പോൾ കുറെ പ്രാക്ടിക്കൽ ഇഷ്യൂസ് നേരിടും. അതെല്ലാം ഒരു ക്രൈസിസ് മാനേജറെ പോലെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണെന്ന് അറിഞ്ഞത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു സർവീസ് കുറച്ചുകാലാണെങ്കിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ഇനിയുള്ള ജീവിതത്തിൽ എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് അദ്ദേഹം ഇനിയും ഇതുപോലെ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ റിട്ടയർമെന്റ് ഏജും ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്ടൻസിയും ആയുസ്സും ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പണ്ട് പിന്നെ നമ്മുടെ ഈ പഴയ പെൻഷനൊക്കെ നടപ്പാക്കിയപ്പോ ചില ന്യായങ്ങൾ പറഞ്ഞൊരു കാര്യം, ശമ്പളത്തെക്കാൾ കൂടുതൽ പെൻഷൻ വാങ്ങുന്ന പെൻഷൻ വാങ്ങുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. സർവീസിൽ 20 ഇരുന്നാൽ 30-40 കൊല്ലം പിന്നെ പെൻഷൻ വാങ്ങും. കാരണം നമ്മുടെ സർവീസ് കാലഘട്ടം ചെറുതും നമ്മുടെ ആയുർദൈർഘ്യം കൂടുതലാണ് കേരളത്തിൽ. തീർച്ചയായിട്ടും ഇനി എവിടെയെങ്കിലും ഒരു 25-30-40 കൊല്ലം സർവീസ് ചെയ്യാനുള്ള ആരോഗ്യവും ആയുസ്സും അദ്ദേഹത്തിന് സൗഭാഗ്യം ഉണ്ടാവട്ടെ നേർന്നുകൊണ്ട്. താങ്ക് യു സർ.
ഒരുമിച്ച് ഇന്റലിജൻസിൽ കുറച്ചു കാലമാണ് ഈ റീസ്ട്രക്ചറിങ്ങിന് മുമ്പ് കുറച്ചു കാലമാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പൊ എൻഫോഴ്സ്മെന്റ് വിങ്ങില് കുന്നംകുളം ഞാൻ ചാലക്കുടി ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോ ഞങ്ങളൊക്കെ കഴിഞ്ഞ കൊല്ലം മുതൽ മിക്കവാറും മീറ്റിംഗ് കുറിച്ചിട്ട് ഞങ്ങൾക്ക് ഈ വേബിലിന്റെ ഇത്ര ഈ വേബില് അപ്രൂവ് ചെയ്യണം എന്നൊക്കെ ഞങ്ങൾക്ക് ഓരോരോ കോട്ടയും കാര്യങ്ങളൊക്കെ തന്നിരുന്നു. മിക്കവാറും സംസ്ഥാനത്ത് ഞാൻ എല്ലാ മാസവും ഇത് ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ മിക്കവാറും മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ വേബിൽ സ്റ്റേറ്റ് ബോർഡിന്റെ ലിസ്റ്റ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ ആ ലിസ്റ്റ് നോക്കുമ്പോൾ മിക്കവാറും രഘുവായിരിക്കും. വേദിയിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രഘുമാഷ്, ബഹുമാനപ്പെട്ട കൃഷ്ണകുമാർ, സുരേഷ് സാർ, തങ്കു സാർ, സാർസിലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രഘുമാഷ് മുഖ്യപ്രാന്തിയാണ് പേര് ചെയ്യുന്നത്. നമുക്ക് മുഖ്യപ്രാന്തി വാക്കിന്റെ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ചടങ്ങിൽ സംഘടിപ്പിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്കൂളിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് എനിക്ക് രഘുമാഷ് ഈ സർവീസിൽ നിന്നും പോകുമ്പോൾ ഒരുമിക്കുന്നതോടുകൂടി എനിക്ക് നഷ്ടമാവുന്നത്. സാറിനെ പറ്റി ഞാൻ രഘുമാഷിനെ വിളിക്കാറ് പട്ടാളക്കാരുടെ എനിക്ക് പ്രത്യേകിച്ചുള്ള ഒരു ആഗ്രഹം കൊണ്ട് രഘുമാഷ് പട്ടാളത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ടും രഘുമാഷിന്റെ പ്രായം കണ്ടാൽ അറിയില്ല, എന്നാലും ചെറുപ്പമാണോ എന്ന് അറിയാത്തതുകൊണ്ട് പക്ഷെ എനിക്കുള്ള ആ ഒരു ആദരവ് കൊണ്ടാണ് ഞാൻ രഘുമാഷിനെ വിളിച്ചു തുടങ്ങിയത്. പിന്നീട് മനസ്സിലാവുന്നത് റിട്ടയർ ചെയ്യാറായിരുന്നത്. എന്റെ കൂടെ രഘുമാഷ് ഉണ്ടായിരുന്നു, പ്രമോദുണ്ട്. പ്രമോദൻ പത്തോട് മുമ്പ് എന്റെ ഗ്രൂപ്പിൽ മാറിപ്പോയി, സ്കൂളിൽ മാറിപ്പോയി, ജോലിക്ക് പോയി. ഇവരൊന്നും രണ്ടാമതാണ് വേറെ കാര്യങ്ങളോ പറയില്ല. ഇവിടെ സന്നിഹിതരായതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. പിന്നെ ഞാൻ 2012 ഒക്ടോബർ മാസത്തിലാണ് ഈ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ടൈപ്പിസ്റ്റ് വരുന്നത്. അധികം പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ റെസ്പെക്റ്റോടുകൂടി ഒരു ജോലിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യൂണിഫോം സർവീസിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഒരു റിലാക്സ് ആയിട്ടുള്ളൊരു ജോലി, പക്ഷെ അതിൽ കിട്ടിയ അവസരങ്ങളൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കാരണം ഞാൻ ഇപ്പോൾ ASD ഒക്കെ എടുത്തുകൊണ്ട് എത്താൻ സാധിച്ചു. ഒരു ഹെൽത്തി ടൈപ്പിസ്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര റിസ്ക് എടുത്തുള്ള പണികളൊന്നും ചെയ്യണ്ട. പക്ഷെ ASD ഒക്കെ ആയിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് കുറെ ഡ്യൂട്ടികൾ എക്സ്ട്രാ ഇതുപോലെ റിസർച്ച് ആയാലും എൻഫോഴ്സ്മെന്റ് ഡ്യൂട്ടീസ് ആയാലും ഇതൊക്കെ വരും. ആ സമയത്ത് നമുക്ക് നമ്മുടെ നിയമത്തിനെ പറ്റിയിട്ട് അറിയാം, നമ്മുടെ റോളിനെ പറ്റിയിട്ടൊന്നും അറിയില്ല എങ്കിൽ നമ്മൾ ഈ പബ്ലിക്കിന്റെ മുമ്പിൽ കോമേഡിയിൽ മാറേണ്ടതില്ല. അപ്പൊ അത് കാരണം ഇതൊക്കെ നമ്മൾ പഠിക്കാൻ നിർബന്ധിതനാവുന്നത് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പെരുമാറിയിട്ടുണ്ട്. എല്ലാവരുടെ മനസ്സിലും അങ്ങനെ നല്ല ഓർമ്മകൾ എന്നെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും ഉണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. ഇനി ഈ ആശംസ അർപ്പിച്ച എല്ലാവർക്കും നന്ദി. കൂടാതെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഈ വിടവാങ്ങ ചടങ്ങിൽ പങ്കെടുത്തതിനും ആശംസ അർപ്പിച്ചതിനും നന്ദി. കൂടുതലൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. നമ്മുടെ അധ്യക്ഷൻ, നമ്മുടെ വ്യക്തിമാരെ, പ്രേമുള്ള സുഹൃത്തുക്കളെ, തൃശ്ശൂര് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ചെറിയ പ്രയാസത്തിന്റെ ഒരു നിരാശയുടെ ദിവസമാണ്. കാരണം ഈ കഴിഞ്ഞ കാലങ്ങളൊക്കെയും ചേട്ടനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ വിടുതലുകളെ സംബന്ധിച്ച്, ഈ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവേണ്ട അനിവാര്യതയെ സംബന്ധിച്ച് ഒക്കെയും എല്ലാവരും പങ്കുവെച്ചു വരുന്നു. അതൊക്കെ ഞാൻ ആവർത്തിക്കുന്നില്ല. യോഗ കർമ്മേഷ്ടകർഷനാന്ന് പറയും. എന്ന് പറഞ്ഞാല് പ്രതിഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുമ്പോ അത് ഭയങ്കര ശ്രേഷ്ഠമാണെന്ന് പറയും. നമുക്കറിയാം, ഹോട്ടലില് ഒരാള് ഭക്ഷണം കൊടുക്കുമ്പോ പ്രതിഫലം ഇച്ഛിച്ചിട്ടാണ് അതിനൊരു പ്രോഡക്റ്റ് ആയിട്ട് ആ ഭക്ഷണത്തെ അവിടെ പറയുള്ളൂ. പക്ഷെ അതേസമയം അമ്മമാര് മക്കൾക്ക് ഇതേപോലെ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുമ്പോ ആ ഭക്ഷണത്തെ പ്രസാദം എന്ന് പറയും. അവിടെ അമ്മ പ്രതിഫലമൊന്നും ഇച്ഛിക്കാതെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇവിടെ അമ്പലത്തിലെ പ്രസാദം പോലെ എന്താണ് പാവനമായ പരിപാവനമായ വസ്തു എന്നത്. അതുപോലെ ഈ ഫലമിച്ഛിക്കാതെ ഇവിടെ വിചാരം കർമ്മം ചെയ്തുകൊണ്ട് ശമ്പളമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതുകൊണ്ടാണ് പറയുന്ന സമയത്തേക്കാൾ മുമ്പ് ഓഫീസിൽ ഹാജരാവാനായിട്ട് തയ്യാറാവുന്നില്ല. മറ്റുള്ളവർക്കായി ഉണ്ടെങ്കിൽ സജീവിതം ധർമ്മം, സജീവിതം ധന്യമാസമല്ലേ
വിവേകികൾ എന്ന് പറയും. മറ്റുള്ളവർക്കായി ഉതകി സ്വജീവിതം ധന്യമാക്കും അമല് വിവേകികൾ എന്ന് പറയും. എന്ന് പറഞ്ഞാല് മറ്റുള്ളവർക്കായിട്ട് സ്വന്തം ജീവിതം അല്ലെ പ്രതിഫലമൊന്നും ചെയ്യാതൊക്കെ ഉതകി ജീവിക്കുമ്പോ അങ്ങനെയാണ് ജീവിതത്തിന് ഒരു ധന്യത കണ്ടെത്തുന്നത് വിവേകികളായ ആൾക്കാർ. മറിച്ച് പ്രതിഫലം എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ കർമ്മത്തിന് മായം ചേർക്കലൊക്കെ വരുന്നത്, പ്രവർത്തനത്തിന് മായം ചേർക്കലൊക്കെ വരുന്നത്. ഞാൻ നീട്ടിക്കൊണ്ട് പോകത്തില്ല, അവസാനമായി. അതുകൊണ്ട് തന്നെ സംസാരം കൊണ്ട് അരാധികത സൃഷ്ടിക്കാതെ ഇതിനെ അവസാനിപ്പിക്കും. ചേട്ടന്റെ ജീവിതം നമ്മൾ പറയാറുണ്ട്, ഈശ്വരവിശ്വാസികളെ ശരിയായ ഈശ്വരവിശ്വാസികളോടെയും അല്ലെ നിന്നെ വർണ്ണിച്ചിടുവാൻ എനിക്കെന്നെ നാവാൽ ശേഷിയിൽ എന്നുള്ളത് പാട്ടാണ്. അതിന്റെ അർത്ഥമിതാണ് നിന്നെ വർണ്ണിക്കാൻ എനിക്കെന്നെ നാവാൽ ശേഷിയിൽ എന്നുള്ളത്. തീർച്ചയായിട്ടും ജീവിതമൊക്കെ പരിശോധിക്കുമ്പോ ഈശ്വരനോട് അങ്ങനെ പറയാം, നിന്നെ വർണ്ണിച്ചിടുവാൻ എനിക്ക് എന്റെ നാവാൽ ശേഷിയിൽ എന്നുള്ളത്. എന്ന് പറഞ്ഞാല് ഭാര്യയും മക്കളുമൊക്കെ ആയിട്ട് സൗഖ്യമായ ഒരു ജീവിതം ഈശ്വരൻ പ്രദാനം ചെയ്തിരിക്കുന്നു. അച്ഛനും താൻ തന്നെയും മകനും ഒക്കെ നല്ല ശ്രേഷ്ഠമായ ഒരു സർവീസിന്റെ ഭാഗമാകാനായിട്ട് സാധ്യമായതൊക്കെയും ഈ പറഞ്ഞ പോലെ പുണ്യമായിട്ട് കണക്കാക്കുന്നു. നിന്നെ വർണ്ണിച്ചിടുവാൻ എനിക്കെന്നെ നാവാൽ ശേഷിക്കുന്നു. അപ്പൊ ഇതൊക്കെ എല്ലാ കാലവും നിലനിൽക്കട്ടെ. അമ്മമാരൊക്കെ പറഞ്ഞതുപോലെ 56 വയസ്സൊന്നും വലിയ വയസ്സൊന്നുമല്ല. നമ്മുടെ മുഖ്യമന്ത്രിക്ക് 76-77 വയസ്സൊക്കെ ഒരു ഭരണം കിട്ടുകയാണെങ്കിൽ ഇനിയും അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ 56 വയസ്സിൽ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രശ്നം? അദ്ദേഹം നല്ല ഈ സന്തോഷാറ് പറഞ്ഞ അദ്ദേഹം കൃഷിയെ സംബന്ധിച്ച് നിരാശ സംഭവിച്ചിരുന്നു. പക്ഷേ എന്നോടൊരിക്കൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ശരിയായ കൃഷി ചെയ്യുകയാണെങ്കിൽ നെൽകൃഷിയെ പറ്റി പറഞ്ഞിട്ടോ, ശരിയായ കൃഷി ചെയ്യുകയാണെങ്കിൽ കൃഷി ലാഭമാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ശുഭാപ്തി വിശ്വാസമാണ് കാണിക്കുന്നത്. ഇപ്പോഴും ശരിയായ കൃഷി ചെയ്യുകയാണെങ്കിലും കൃഷി ലാഭമാണെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞാണ്. അപ്പൊ അദ്ദേഹത്തിന് ജയ് കിസാൻ എന്ന ആ വിശേഷണം വേണമെങ്കിൽ ചേരും. ഭാവിയിൽ അതും ഒരു സമയം പോക്കിന് നല്ല ജീവിതമായിട്ട് അല്ലെ നല്ല ജീവിതത്തിന് ഉദകമായിട്ടാവട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. ഞാൻ അവസാനമായിട്ട് എനിക്ക് വാക്കുകൾ ചിലപ്പോൾ ഇങ്ങനെ പോകുന്നു. അപ്പൊ എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ശേഷജീവിതം ഏറ്റവും രസകരമായിട്ട് ആനന്ദദായകമായിട്ട് ഈ പറഞ്ഞ പോലെ ഈശ്വരന്റെ ആ എന്താണ് വലിയ കൃപാകടാക്ഷത്തിന്റെ ഉടമയായിട്ട് എന്നു നിലനിൽക്കാനായിട്ട് സാധ്യമാവട്ടെ. ചെയർമാന്റെ ജീവിതം ഏറ്റവും ഭംഗികരമായിട്ട് കുട്ടികളുമൊക്കെ ആയിട്ട് പിള്ളേരെ മിടുക്കരാണെന്ന് പറഞ്ഞു, ജോലി കയറി എന്നൊക്കെ പറയുന്നു. ആ സന്തോഷം ഒക്കെ അനുഭവിച്ചുകൊണ്ട് ദീർഘകാലം ജീവിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ നന്ദി പറയാനായിട്ട് നമ്മുടെ അധ്യക്ഷനായിട്ട് ബഹുമാനായ സാറാണ്. ഈ യോഗത്തിന്റെ പേരിൽ തൃശ്ശൂരിലെ PSC ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ അദ്ദേഹത്തിന് സാർഥകമായ നന്ദി ആശംസിക്കുന്നു. പിന്നെ എറണാകുളത്ത് നിന്ന് വന്ന നമ്മുടെ GST പ്രമോദ് സാറിന് അദ്ദേഹത്തിനും തൃശ്ശൂര് GST വകുപ്പിന്റെ പേരിൽ സാർഥകമായ നന്ദി ആശംസിക്കുന്നു. എല്ലാവരും സാറും ലത്തീഫ് സാറൊക്കെ ഉണ്ട്. അവർക്കൊക്കെയും നിങ്ങളുടെ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ പേരിലും ഈ ഡിപ്പാർട്ട്മെന്റിലൊക്കെയുള്ള വലിയ നന്ദി ആശംസിക്കുന്നു. ഈ പരിപാടി കഴിയുന്നതുവരെ എല്ലാവരും ഇവിടെ ഇരുന്ന് സന്നദ്ധരായി ഇരുന്ന് ഇത് കേൾക്കാനും ശ്രമിക്കാനും പാട്ടേക്കാനും ഒക്കെ മനസ്സിലാക്കുന്നതിന് വലിയ സന്തോഷപൂർവ്വം കണ്ടുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഹൃദയത്തിന്റെ ഭാഷ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് യോഗ അവസാനിപ്പിക്കുന്നു. तव शुभ नामे जाने तव शुभाशिष माने गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे